നിങ്ങളുടെ ടി വി ഇനി കേടുവന്നാൽ ഇടിച്ചു പൊട്ടിക്കാനോ നശിപ്പിക്കാനോ നിൽക്കേണ്ട, എക്സ്ചേഞ്ചും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ചെറിയ കോസ്റ്റിൽ, ചെറിയ ചിലവിൽ ഈ പാനൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ കാലം ഇത് നിലനിൽക്കുന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വരിക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണവും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ പലരും എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ടി വി പുതിയത് വാങ്ങാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മളൊരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ എത്ര ടി വി നമ്മൾ മാറും, ഒരു 15 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്ര ടി വികൾ മാറും, ഇപ്പോൾ എത്ര ഇ വേസ്റ്റ് ആയി സാധനങ്ങൾ മാറുന്നുണ്ട്. അപ്പം അതിനേക്കാളും നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു ടി വി റെഡിയാക്കി ഇടുകയോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മാറുകയോ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ടി വി ഒരുപാട് കാലം വീണ്ടും വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം പരമാവധി ഇ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പൈസ അത്രയും നഷ്ടമില്ല. നമ്മൾ പുതിയത് വാങ്ങി വീണ്ടും 2-3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നശിച്ചു പോവുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് എൽ ജിയുടെ 32 ഇഞ്ച് LK526B PT എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം, എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് ഈ പാനലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ എന്താണ് നമുക്കത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ സെറ്റിൽ വരുന്ന പാനൽ. ഇതാണ് BOE പാനൽ. അപ്പോൾ ഇത് ആണ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിത് റെഡിയാക്കാനായിട്ട് ഈ ഡിസ്പ്ലേ നമ്മുടെ മിഷനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മിഷനിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് അത്യാധുനിക മിഷനാണിത്. അപ്പോൾ അതിലേക്ക് നമ്മളിത് കൊടുത്ത് നമ്മളിതിൻ്റെ കംപ്ലൈൻറ്റ് റെഡിയാക്കാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ PCB അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേയുടെ. അപ്പോൾ ഇത് PCB ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിൽ നിന്നും PCB അഴിച്ചു മാറ്റി അതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ 2 കോഫ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ 2 കോഫ് നമുക്ക് മാറണം. അപ്പോൾ PCB ഒന്ന് ക്ലീൻ ചെയ്ത് ഈ കോഫ് ഇതിലേക്ക് പഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലീനിങ് പ്രോസസ്സ് നടന്നതിന് ശേഷം നമ്മൾ ഈ PCBയിൽ നിന്നും ഡിസ്പ്ലേയിലേക്കുള്ള കോഫ് കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ്. ഈ കാണുന്നതാണ് കോഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്പർ EW9180 എന്നാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത്, അതായത് ഡിസ്പ്ലേയിൽ നിന്നുള്ള കോഫ്, ആ കോഫും നമ്മുടെ PCBയും തമ്മിൽ ഒട്ടേണ്ട പശയാണിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശേഷം ഈ കാണുന്നതാണ് T അയൺ. ഈ T അയൺ ഉപയോഗിച്ച് നമ്മുടെ കോഫിലേക്കൊരു പ്രീ ഹീറ്റ് നൽകുക. നമുക്കിനി അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ പഞ്ചിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്പ്ലേയും PCBയുമായി ഒരു സ്റ്റിക്ക് കൊടുത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ മിഷനിൽ ഇത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഈ മിഷനിൽ. ഇതിനകത്ത് ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റും മറ്റ് സംഗതികളൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇത് പഞ്ച് ചെയ്യുന്നത്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണവും മറ്റ് കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ പലരും എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ടി വി പുതിയത് വാങ്ങാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മളൊരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ എത്ര ടി വി നമ്മൾ മാറും, ഒരു 15 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്ര ടി വികൾ മാറും, ഇപ്പോൾ എത്ര ഇ വേസ്റ്റ് ആയി സാധനങ്ങൾ മാറുന്നുണ്ട്. അപ്പം അതിനേക്കാളും നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു ടി വി റെഡിയാക്കി ഇടുകയോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മാറുകയോ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ടി വി ഒരുപാട് കാലം വീണ്ടും വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം പരമാവധി ഇ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പൈസ അത്രയും നഷ്ടമില്ല. നമ്മൾ പുതിയത് വാങ്ങി വീണ്ടും 2-3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നശിച്ചു പോവുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ ട്രാക്ക് അലൈൻമെൻറ്റ് നോക്കുകയാണ്. ഇത് അതിൻ്റെ കോഫിൻ്റെ സർക്യൂട്ട്. ഈ കോഫ് PCBയിൽ നിന്ന് കോഫ് വഴിയാണ് ഇതിൻ്റെ സിഗ്നൽ ഡിസ്പ്ലേയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രാക്കിലേക്ക് ഇത് നമ്മൾ അലൈൻ ചെയ്ത്
നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ ഇത് പഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രഷർ സെറ്റ് ചെയ്യലാണ്. അതായത് ഇത് പഞ്ച് ചെയ്യാൻ ആവശ്യമായ കംപ്രസിങ് പ്രഷർ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യണം. അതിന് ഓട്ടോമാറ്റിക് മോഡിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മളിത് PCBയിൽ പഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പഞ്ചിങ് നടന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ബോണ്ടിങ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലുള്ള നല്ല TVകളൊന്നും കളയാതിരിക്കുക, പരമാവധി റിപ്പയർ ചെയ്ത് വേസ്റ്റ് ഒഴിവാക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.